മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 10/2/1999 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അനിഴമാണ് നക്ഷത്രം, അനിഴം 4-ാം പാദം. കുംഭലഗ്നം, ലഗ്നത്തിൽ ബുധൻ ശുക്രൻ, 2-ൽ വ്യാഴം, 3-ൽ ശനി ഗുളികൻ, 4-5 ഭാവങ്ങൾ ശൂന്യം, 6-ൽ രാഹു, 7-8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ കുജൻ, 10-ൽ ചന്ദ്രൻ, 11 ശൂന്യം, 12-ൽ സൂര്യൻ കേതു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനമായും കുംഭലഗ്നം അധിപൻ ശനി നീചനായി മേടത്തിൽ ഗുളികനോടൊത്ത് നിൽക്കുന്നു, നല്ലതല്ല. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ലഗ്നവുമായി ബന്ധപ്പെട്ട് ശനി ഗുളികൻ ബന്ധം വരുന്നത്, ലഗ്നത്തിൽ ശനി ഗുളികൻ നിൽക്കുന്നത്, അതല്ല എങ്കിൽ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം പ്രത്യേകിച്ചും ശനിയോടൊത്ത് ഗുളികൻ നിൽക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവാധിപനാണ് ബുധൻ. ലഗ്നത്തിൽ ശുക്രനോടൊത്ത് നിൽക്കുന്നു. 5-ലേക്ക് രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അതുപോലെ തന്നെ ഗുളികനോടൊത്ത് നീചനായി നിൽക്കുന്ന ശനിയുടെ 3-ാമത്തെ ദൃഷ്ടിയുമുണ്ട്. സൂത്രബുദ്ധി അതല്ല എങ്കിൽ കൗശലബുദ്ധി പ്രയോഗിച്ചുള്ള നീക്കങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിന്താഗതി, അതിനുവേണ്ടി അത് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കൗശല ബുദ്ധി ഉപയോഗിക്കുക, അതല്ലെങ്കിൽ സൂത്രബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ തീർപ്പാക്കുന്ന അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥ. പ്രത്യേകിച്ചും അനിഴമാണ് നക്ഷത്രം. അനിഴം ചന്ദ്രൻ നീചനാണ്, അതായത് ചന്ദ്രന് നീചം സംഭവിക്കുന്ന നക്ഷത്രം കൂടിയാണ് അനിഴം എന്ന് മനസ്സിലാക്കുക. ഈ അനിഴം നാളിന് പൊതുവേ ഒരുപാട് പേർക്ക്, എന്ന് വെച്ചാൽ 100-ൽ 100 പേർക്കും എന്ന അർത്ഥമില്ല, ഒരുപാട് പേർക്ക് കാണുന്ന ഒരു കാര്യമാണ് ഇമോഷൻസിനെ കറക്റ്റായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ ഇവർക്കുണ്ടാകാം. അത് അനിഴംകാരുടെ ഒരു ഏറ്റവും പ്രധാന നെഗറ്റീവ് തന്നെയാണ്. ചെറിയൊരു ഇമോഷണൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവരാകെ അങ്ങ് ഡൗൺ ആകും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒരു പരാക്രമം സ്വയം മനസ്സുകൊണ്ട് കാണിക്കുന്ന ഒരവസ്ഥ ഇത്തരക്കാർക്ക് പൊതുവേ കാണുന്നതാണ്. ചന്ദ്രന് നീചം സംഭവിക്കുന്നതുകൊണ്ടാണ് അത്തരം ഒരവസ്ഥ പൊതുവിൽ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ഗുണമുണ്ട് എന്നതെന്ന് വെച്ചാൽ ഗുളികൻ്റെ 12-ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ആണെങ്കിൽ പോലും സ്വന്തം ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 9-ാമത്തെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുന്നുണ്ട്. അത് ഒരു ആശ്വാസം തന്നെയാണ്, നല്ലതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, ശൃംഗാരകാരകനാണ് ബുധൻ. അതുപോലെ തന്നെ റിലേഷൻഷിപ്സിൻ്റെയൊക്കെ കാരകഗ്രഹമാണ് ശുക്രൻ. ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇല്ലിസിറ്റായിട്ടുള്ള കണക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ചിന്താഗതി, അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ ആളുകൾ ഒക്കെ മുന്നിൽ വന്ന് പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ശ്രദ്ധിക്കുകയും വേണം. ബുധൻ ശുക്രൻ പൊതുവിൽ നല്ലതാണ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴും ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം. പ്രത്യേകിച്ചും അത് ലഗ്നത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7, 1, 2, 3, 4, 5, 6, 7, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ നഷ്ടസ്ഥാനമായിട്ടുള്ള 12-ൽ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. അവിടേക്ക് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10-ാം ദൃഷ്ടി വരുന്നു. അപ്പോൾ അവിടെ സൂര്യൻ ശനി ബന്ധം വന്നു. ഇൻഡയറക്റ്റായി ഗുളികനും അവിടെ കണക്റ്റായി, ഇൻഡയറക്റ്റായി രാഹുവും അവിടെ കണക്റ്റായി. എന്ന് വെച്ചാൽ ദൃഷ്ടികളിലൂടെ അവിടേക്ക് കുജൻ്റെ 1, 2, 3, 4 4-ാമത്തെ ദൃഷ്ടി, കുജൻ്റെ ദൃഷ്ടി മകരത്തിലേക്ക് എത്തുമ്പോൾ അത് ഉച്ചദൃഷ്ടിയായി മാറുകയും ചെയ്യും. നവാംശത്തിലും കുജൻ്റെ പൊസിഷൻ അവിടെ തന്നെയാണ്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ 100-ൽ 100% ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഗ്രഹനിലയാണിത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടേക്കൊന്നും തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ല, വിവാഹസ്ഥാനത്തേക്കില്ല. അതുപോലെ തന്നെ വിവാഹസ്ഥാനത്തിൻ്റെ അധിപൻ നിൽക്കുന്നിടത്തേക്കില്ല, ദൃഷ്ടി ചെയ്യുന്ന ശനിയിലേക്കില്ല, അതുപോലെ തന്നെ കുജനിലേക്കില്ല. ഇവിടെയുള്ള ഏകദൃഷ്ടി എന്ന് പറയുന്നത് 1, 2, 3, 4, 5, അതായത് 7-ാം ഭാവാധിപനിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന രാഹുവിലേക്ക് മാത്രമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത്. അതിൻ്റെയും മുകളിൽ വരും ശനിയുടെ ദൃഷ്ടിയുടെ പവർ, അതുപോലെ തന്നെ കുജൻ്റെ ദൃഷ്ടിയുടെ പവർ.
അപ്പോൾ അത് നീചനായിട്ടുള്ള ശനി പ്രത്യേകിച്ചും ഗുളികനോടൊത്ത് നിന്നിട്ടാണ് സൂര്യൻ നിൽക്കുന്ന ഇടത്തേക്ക്, പ്രത്യേകിച്ചും 7ാം ഭാവാധിപനിലേക്ക്. 7ാം ഭാവാധിപൻ നിൽക്കുന്നത് തന്നെ 12-ൽ നഷ്ടസ്ഥാനത്താണ്. എന്ന് വെച്ചാൽ വിവാഹം കഴിച്ചാൽ തന്നെ ഏതെങ്കിലും രീതിയിൽ തട്ടിത്തെറിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ലാത്ത പക്ഷം 7ാം ഭാവാധിപന് ശനിയുടെയും ഗുളികൻ്റെയും, പ്രത്യേകിച്ചും ശനിയുടെ തന്നെ ബന്ധം, സൂര്യൻ ശനി ബന്ധം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ തർക്ക സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ശത്രുതാ മനോഭാവം പരസ്പരം വളരെ കൂടുതലാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ, വഴക്കുകളൊക്കെ നിരന്തരം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനോട് ചേർക്കുന്ന ഗ്രഹനിലകൾ വളരെ ശ്രദ്ധിച്ചേ ചേർക്കാവൂ. ലഗ്നത്തെ കൊണ്ട് തന്നെ ശത്രുതയുള്ള ലഗ്നങ്ങളിൽപ്പെട്ട ആളുകളുമായി വിവാഹം പാടുള്ളതേയല്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന 2 ലഗ്നങ്ങളാണ്. ഒന്ന് ശനി ലഗ്നമായിട്ട് മകരം കുംഭം വന്നാലും അതുപോലെ തന്നെ ചിങ്ങലഗ്നം വന്നാലും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ്. ഇവിടെ 7ാം ഭാവാധിപനായിട്ട് വന്നിരിക്കുന്ന സൂര്യനാണ്. അതിന് ശനി ബന്ധമുണ്ട്. ശനിയുടെ 10ാം ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ശക്തനായ കുജൻ്റെ 4ാം ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ തർക്ക സ്വഭാവം, ഇതൊന്നും വിട്ടുവീഴ്ച ചെയ്യാത്ത ഗ്രഹങ്ങളാണ് കുജൻ, സൂര്യൻ, ശനി. അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നവും. വിട്ടുവീഴ്ച മനോഭാവം വളരെ കുറഞ്ഞ ഗ്രഹങ്ങളാണ് ശനി, സൂര്യൻ, കുജൻ. ഇപ്പോൾ ബുധനാവട്ടെ, അതല്ല എങ്കിൽ ശുക്രനാവട്ടെ, ശത്രുതയില്ല എങ്കിൽ, സൂര്യനുമായി ശത്രുതയില്ല എങ്കിൽ, വ്യാഴമാവട്ടെ വിട്ടുവീഴ്ച മനോഭാവങ്ങളുള്ള ഗ്രഹങ്ങളാണ്. എന്നാൽ അങ്ങനെയല്ല രാഹു, കുജൻ, സൂര്യൻ, ശനി പോലെയുള്ള കട്ടി സ്വഭാവമുള്ള ഗ്രഹങ്ങളെന്ന് പറയുന്നത്. രാഹു ഛായാഗ്രഹം, മറ്റു 3 ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രബല ഗ്രഹങ്ങൾ. ഇവിടെ ഈ പ്രബല ഗ്രഹങ്ങളുടെയും ഒരു ഛായാഗ്രഹത്തിൻ്റെയും, ശക്തനായ ഛായാഗ്രഹത്തിൻ്റെയും സാന്നിധ്യം 7ാം ഭാവവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും 12-ൽ നിൽക്കുന്ന സൂര്യനുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഒട്ടും നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനോട് ചേർക്കേണ്ടുന്ന ഗ്രഹനിലകൾ ചേർക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അതല്ലാത്ത പക്ഷം അനിഴമാണ് നാള്. ചന്ദ്രന് നീചം സംഭവിക്കുന്ന നക്ഷത്രമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്കുണ്ട്. എന്നിരുന്നാൽ കൂടെ വ്യാഴത്തിലേക്ക് ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയും രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കഴിച്ചിട്ട് വേണം വ്യാഴം അവിടെ ആക്റ്റീവ് ആകാനായിട്ട്. എന്നിട്ട് വേണം ചന്ദ്രനിലേക്ക് ദൃഷ്ടി വന്നത് ആക്റ്റീവ് ആകാനായിട്ട്. അപ്പം ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ കൃത്യമായിട്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നു. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൊതുവെ നല്ല ഒരു ഗ്രഹനില തന്നെയാണ് അത്യാവശ്യം. എന്ന് വെച്ചാൽ ചന്ദ്രൻ നീചനാണ് എന്നിരുന്നാൽ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്ക് വരുന്നു. അതുപോലെ തന്നെ 10ാം ഭാവാധിപൻ 9-ൽ നിൽക്കുന്നു. ശനിയുടെ 7ാം ദൃഷ്ടി അവിടേക്കുണ്ട്. ആ ഒരു പോയിൻ്റ് വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. അതല്ലാത്ത പക്ഷം സ്മൂത്തായിട്ട് തന്നെ ഭാവിയിലേക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ നടക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളും ഈ ഗ്രഹനിലയിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശനി ദശയിൽ ജനിച്ചു, 2002 വരെ ശനി, അതിനുശേഷം ബുധൻ 2019 വരെ, അതിനുശേഷം കേതു 7 കൊല്ലം, ശേഷം ശുക്രൻ 2046 വരെ, ശേഷം രവി 2052 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ 2062 വരെ, ശേഷം ചൊവ്വ, രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ കേതുവിൽ ബുധനാണിപ്പോൾ 2026 ഒക്ടോബർ 30-ാം തീയതി വരെ കേതു ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. പ്രത്യേകിച്ചും കേതുവിൽ ബുധൻ എന്ന് പറയുമ്പോൾ ഇവിടെ ശുക്രനോടൊത്താണ് ബുധൻ നിൽക്കുന്നത്. 5ാം ഭാവാധിപനാണ്. 5-ലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടിയുണ്ട്. അപ്പോൾ ബുധൻ്റെ അപഹാരത്തെ ശ്രദ്ധിക്കുക. ഉപരി ഈ വ്യക്തി ശുക്രദശ വരുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഇല്ലിസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വന്ന് ചാടാനുള്ള ഒരു സാധ്യത ആ സമയം അത്തരം ടെൻഡൻസി കൂടുതലായിരിക്കും. അത്തരമുള്ള സാഹചര്യങ്ങൾ തെളിയുകയും ചെയ്യും. എന്നാൽ അവിടെ അച്ചടക്കത്തോടു കൂടി തന്നെ കൃത്യമായി ചിട്ടവട്ടങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടുന്നത് ഈ ഗ്രഹനിലയുടെ ഒരു സ്വഭാവം തന്നെയാണ്. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുമാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.